ഹരി ഓം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു ടിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് നമ്മളെങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും, നമ്മളെക്കൊണ്ട് ഒരുപാട് പൈസയൊന്നും ചിലവാക്കാതെ എങ്ങനെ ആഹാരം ശരിയാക്കാൻ പറ്റും. ഞാൻ വളരെയധികം ക്ഷീണിച്ചിരുന്ന അവസരത്തിൽ കീമോ എടുത്ത് എനിക്ക് എന്തൊക്കെ കഴിച്ചാലും എനിക്കൊന്നും ശരിയാവുന്നില്ല. ഭയങ്കര ക്ഷീണം, എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല വല്ലാതെ. അപ്പോൾ അവസാനം ഞാൻ പണ്ടത്തെ ഒരു ബുക്കിൽ വായിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അതിൽ പറഞ്ഞിരിക്കുന്നു മുതിര ഏറ്റവും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സീഡാണ് മുതിര. ആ മുതിര കൊണ്ട് നമുക്ക് എന്താണ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ആദ്യം അതൊന്ന് തലേദിവസം വറുത്തിട്ട് തലേദിവസം വെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങി നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയും പിടിച്ചില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, മുതിര കഴുകി വറുത്ത് അതങ്ങോട്ട് സ്വല്പം ശർക്കര, മധുരത്തിന് നമുക്ക് എത്ര ടേസ്റ്റ് വേണോ അതുപോലെ ശർക്കര അങ്ങോട്ട് ചേർത്ത് പൊടിച്ച് 2 ഏലക്കായ കൂടി ചേർത്താൽ നല്ല. കാരണം ഈ വയറ് ഒരുപാടുള്ളവർക്ക് വയറ് കുറയാൻ ഏലക്കായ ഏറ്റവും ഉത്തമം. അപ്പോൾ ആ ഏലക്കായും കൂടി ചേർത്തിട്ട് ആ മുതിര അങ്ങോട്ട് മിക്സിയിലോട്ടിട്ട് പൊടിച്ചു വറുത്തതാണേ നല്ലപോലെ പൊട്ടുന്ന വരെ അതൊന്ന് വറക്കണം. മുതിര ഇങ്ങനെ പൊട്ടി വരും വറക്കുന്ന സമയത്ത്. നല്ലവണ്ണം കഴുകിയിട്ട് വേണം നമ്മൾ ആ മുതിര വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അതിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് അത് വാങ്ങി വെച്ചിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് സ്വല്പം ശർക്കരയും എന്താണ് നമുക്ക് ടേസ്റ്റിന് വേണ്ടതെന്ന് വെച്ചാൽ കരിപ്പെട്ടി വേണമെങ്കിലും ചേർക്കാം. പിന്നെ 2-3 ഏലക്കായും കൂടെ ചേർത്താൽ ഒന്നുകൂടെ നല്ലതാണ്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വെച്ച് നമ്മൾ ഒരു 4 സ്പൂൺ വീതം ആ പൗഡർ, എൻഷുറൊക്കെ തോറ്റുപോകും. ഞാൻ എൻഷുർ മേടിച്ച് വശം കിട്ടു. അവസാനമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായത്. ഇതിങ്ങനെ കഴിച്ചാൽ ശരീരത്തിന് ഏറ്റവും നല്ലതാണെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെയാണത് കഴിച്ചത്. മുതിര എങ്ങനെയെങ്കിലും മുതിര അകത്താക്കണം, അതിന് എന്താണ് എളുപ്പ വഴി എന്നുള്ളത് ചിന്തിച്ചാണ് ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു. അപ്പോൾ എൻ്റെ ഡെയിലി ഞാനത് 4 സ്പൂൺ രാവിലെ കഴിക്കും. അപ്പോൾ നമുക്ക് നല്ല എനർജിയാണ്, എനർജറ്റിക്കാണത്. നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻ അതിലുണ്ട്. മുതിര പണ്ട് നമ്മുടെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ ചെന്നാൽ അവിടെ മുതിരക്കഞ്ഞി കിട്ടും. മുതിര കൊണ്ടുണ്ടാക്കിയ കഞ്ഞിയും നമ്മുടെ സാധാരണ കഞ്ഞികളുടെ മുതിര ശരിയാക്കും വേവിച്ചതും കൂടെ തോരൻ കൂടിയിട്ട് തരുമ്പോൾ അതിനുള്ളൊരു ടേസ്റ്റ് ഭയങ്കരമാണ്. ഞാനത് കഴിച്ചിട്ടുണ്ട് അവിടെ പോയപ്പോൾ. അതുപോലെ ഓച്ചിറയിലെ കഞ്ഞിയും അങ്ങനെ തന്നെയാണ്. ഈ കഞ്ഞിയുടെ കൂടെ മുതിരയാണ് അവർ പ്രിപ്പയർ ചെയ്ത് ശരിയാക്കി തരുന്നത്. കൂട്ടുകറിയായിട്ട് ചിലരുണ്ടാക്കും, ചിലർ തോരനായിട്ട് തരും. എന്തായാലും ആ കഞ്ഞിക്കകത്ത് ആ മുതിരയായിട്ട് കഴിക്കുമ്പം നമുക്ക് വളരെ ടേസ്റ്റാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് പക്ഷേ ഈ മുതിര ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇതുപോലെ നമ്മൾ ആ വറുത്തിട്ട് മിക്സിയിലിട്ട് ശർക്കരയും ചേർത്ത് കുറച്ച് ആവശ്യത്തിന് മതി. എനിക്ക് ഷുഗറൊന്നും ഇതുവരെ ഇല്ല, ഷുഗർ തീരെ കുറവാണ്, അതുകൊണ്ടാണ് ഇത് പറ്റുന്നത്. അത് എത്ര സ്പൂൺ നമുക്ക് ആവശ്യമില്ല. രാവിലെ ഒരു 3 സ്പൂൺ കഴിച്ചാലും മതി. രാവിലത്തെ ഞാൻ ഇപ്പോൾ കാപ്പിയും ചായ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. നമുക്ക് ഈ ഹോർലിക്സിൻ്റെയൊക്കെ 5 രൂപയുടെ പാക്കറ്റ് കിട്ടും. ആ പാക്കറ്റ് അതിലൊരെണ്ണം ഇട്ട് അതാണ് രാവിലത്തെ വെള്ളം കാപ്പിക്ക് പകരം. അപ്പോൾ അതും നല്ലതാണ്. പിന്നെ രാവിലെ നമ്മൾ ഈ വയറൊക്കെ ഒത്തിരി ഉള്ളവർക്ക്, എനിക്ക് ഭയങ്കര വയറായിരുന്നു, ഇപ്പം കുറച്ച് ഭേദമുണ്ട്. ഈ ഏലക്ക നല്ലപോലെ കഴുകിയിട്ട് ചവച്ച് അരച്ച് രാവിലെ ഒന്ന് കഴിച്ചാൽ നല്ലതാണ്. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എത്താം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻസ് ഇടുക, നല്ല കമൻസ് ഇടുക. ഞാൻ പറഞ്ഞല്ലോ,
നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയാണ്. പിന്നെ ഇപ്പോൾ ഈ കമൻസ് ഒന്നും ഇടുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഒരു ചിലവുള്ള കാര്യമൊന്നും അല്ലല്ലോ ആർക്കും. കാര്യം ഈ വിരലിൽ കൊണ്ടൊന്ന് തൊടുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം ചെയ്താൽ വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് പല പല ടിപ്സുകളും അതുപോലെ കാര്യങ്ങളും ഒക്കെ ഞാൻ വീണ്ടും ഓരോ വീഡിയോയ്ക്കകത്തിട്ട് തരുന്നതായിരിക്കും. നമസ്തേ. എല്ലാവർക്കും അടുത്ത ഒരു ദിവസത്തിലെ അടുത്ത വീഡിയോയ്ക്കായി പ്രതീക്ഷിക്കുക. നമസ്തേ.